ഹലോ ഇപ്പോൾ ഇന്നൊരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി നാടൻ സ്റ്റൈലിൽ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ വാവയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. നല്ല ടേസ്റ്റാണ്, നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം. കാണുമ്പോൾ തന്നെ വലിയ വെള്ളം വരുന്നൊരു ഫീലാട്ടോ. അത്ര അടിപൊളിയാണ്, കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ കൂടുതൽ പറഞ്ഞൊന്നും മടുപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ഇടുക. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ഇടാൻ മറക്കരുത്. ആദ്യം തന്നെ കുക്ക് ചെയ്യാനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആദ്യം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഫ്രൈ ചെയ്തിട്ട് റോസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. മിക്കവരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവാം, ചെയ്യാത്തവരൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നമ്മൾ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഞണ്ട് അത്ര ഇഷ്ടമല്ല, പൊതുവേ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചെമ്മീനും ഇടുന്നുണ്ട്. കാരണം ഈ ഒരു മസാല വെച്ചിട്ടുള്ള ഫ്ലേവർ വെച്ചിട്ട് ചെമ്മീൻ വെച്ചിട്ടും നല്ല ടേസ്റ്റാണ്, അതുകൊണ്ട് ചെമ്മീനും ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു ഷാലോ ഫ്രൈ ഒക്കെ ആയി വന്നിട്ടുണ്ട്. അങ്ങനെ ഫ്രൈ ചെയ്ത് നമ്മൾ മാറ്റിയതിന് ശേഷം ആ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ നമ്മുടെ സവാള നല്ല സ്ലൈസാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. സവാള നല്ല രീതിയിലൊന്ന് വാട്ടി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ അത് ഏകദേശം ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഗ്രീൻ ചില്ലി, ജിഞ്ചർ, ഗാർലിക്കൊക്കെ കൂടെ ചതച്ചിട്ട് കൊടുക്കുക കേട്ടോ. പിന്നീട് ആവശ്യം ടൊമാറ്റോ ആണ്. ടൊമാറ്റോ നല്ല ചെറുതായി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിനുശേഷം പിന്നെ മസാലകളുടെ എൻട്രിയാണ്. ആദ്യം തന്നെ ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പാകത്തിനൊക്കെ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് എരിവ് കൂടുതലാണെങ്കിൽ ഇതിന് ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ചിക്കൻ മസാല ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞങ്ങളിപ്പോൾ ഗരം മസാല കേട്ടോ ആഡ് ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിന് പെപ്പർ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മസാലകളുടെയൊക്കെ പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഞണ്ടും ചെമ്മീനും ഒക്കെ ഇട്ട് നല്ല രീതിയിൽ അങ്ങ് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. നല്ല വാഴയിലയിൽ നമ്മുടെ ഈ ഒരു ഞണ്ട് റോസ്റ്റും അതുപോലെ തന്നെ ചെമ്മീനൊക്കെ കൂടെ കിടക്കുമ്പോൾ കാണുമ്പോൾ തന്നെ വേറെ ഒരു കൊതി വരുന്നുണ്ട് കേട്ടോ.
അങ്ങനെ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട്, അത്ര അടിപൊളിയായിട്ടുണ്ട്. ഡെക്കറേഷനും കൂടെ ചെയ്തപ്പോൾ സെറ്റ്. ഡെക്കറേറ്റ് ചെയ്തപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലെ ഉണ്ട്, പക്ഷെ നല്ല നാടൻ ടേസ്റ്റാട്ടോ. നമുക്കൊരു ചെമ്മീൻ എടുത്ത് കുറച്ച് മസാലയും കൂടെ ചേർത്തൊന്ന് കഴിച്ച് നോക്കാം. ഞാൻ ഞണ്ട് കഴിക്കാത്തതുകൊണ്ടാട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, ഒന്നും പറയാനില്ല. നമ്മൾ കാണുന്ന ആ ഒരു ഭംഗിയുണ്ടല്ലോ, അതിൻ്റെ എക്സ്ട്രീം ലെവലാണ് ഇതിൻ്റെ ടേസ്റ്റ്. നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വേണ്ടി ഒരുപാട് പേര് കാണുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. അതിരിക്കും ബൈ. ഇത് ട്രൈ ചെയ്യണേ. ബൈ.